ഉസ്മാൻ സാർ ഒന്നില്ലടാ. സുഭാഷ് കാര്യങ്ങൾ അയാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവൂ. ഉസ്മാൻ സാറ് ഇന്നില്ലെന്നാ തോന്നുന്നത്. എന്താ സാറേ? ഒരു വിസിറ്റർ ഉണ്ട്. ആരാ സാറേ? സുഭാഷാണോ? അവനല്ല, നിന്റെ കൂട്ടത്തിലുള്ളവനാ. നീ അങ്ങോട്ട് വന്നേ. എടാ ഞാൻ പോയിട്ട്. ശരിയാണോ? സെബാസ്റ്റ്യ, എല്ലാം സെറ്റാണല്ലോ അല്ലേ? അവളെ നമ്മുടെ താവളത്തിലേക്ക് കൊണ്ടുപോയല്ലോ അല്ലേ? കാര്യം നടന്നില്ലെണ്ണ. എന്താ? സീനൊക്കെ മാറി. കാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു പണി വന്നു. ദേവികയെ തൊടാൻ പറ്റിയില്ല. എന്താടാ? എന്താ ഉണ്ടായേ? ഒക്കെ പ്ലാൻ ചെയ്ത രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നിട്ട് സുഭാഷണ്ണ അവരെ കണ്ടു. കാട്ടുമുത്തപ്പന്റെ കോവിലിൽ പോകുന്ന ആളിനെ പോലെ സുഭാഷണ്ണൻ അവരുടെ കൂടെ കയറിപ്പറ്റി. അടുത്ത പോയിന്റിൽ ഞങ്ങളും ജോയിൻ ചെയ്തു. എന്നിട്ട് നമ്മളെ സ്കെച്ച് ചെയ്ത് വേറൊരുത്തൻ അവിടെ എൻ്ററായി. ഒരു ഓട്ടോക്കാരൻ. സുഭാഷണ്ണന്റെ കണ്ണൊന്ന് തകർന്നു. തലയിൽ 4 സ്റ്റിച്ചുണ്ട്. എടാ, നിങ്ങൾ 4 പേരുണ്ടായിരുന്നില്ലേടാ? അവൻ ഒരുത്തരാണോ? എന്നിട്ട് അവൻ നിങ്ങളെ അടിച്ചിട്ടുന്നോ? എടാ, സുഭാഷിനോട് പോയി തൂങ്ങിച്ചാവാൻ പറടാ. വലിയ ഗുണ്ട. അവൻ നാണം കെട്ട് ഒളിച്ചിരിക്കായിരിക്കുമല്ലേ? അല്ലണ്ണ, കേസായ പണിയാവൂന്ന് വെച്ച് സുഭാഷണ്ണൻ കർണാടകയിലേക്ക് കടന്നു. അവര് 2 പേര് കൂടെ പോയിട്ടുണ്ട്. മുറിവൊന്ന് ഭേദമാവുമ്പോ മറ്റവനെ സുഭാഷണ്ണൻ കണ്ടോളും. അവന്റെ ചീട്ട് അന്നത്തോടെ കീറുവണ്ണ. സുഭാഷണ്ണൻ കുറെ കൊലത്തും. നന്ദന്റെ കൂട്ടുകാരനാ ആ ഓട്ടോക്കാരൻ മുരളി. നന്ദന് വേണ്ടി എന്തും ചെയ്യുവാൻ. സുഭാഷണ്ണൻ തിരിച്ചു വന്നിട്ട് അവനെ തീർത്തോളൂ എന്നാ. എടപ്പടാ. തൽക്കാലം ആ സുഭാഷിനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറ. MLA മരുമോളാ ദേവിക. MLA ഇടപെട്ട് കേസ് ബലപ്പെടുത്തിയാലേ പണിയാവും. സുഭാഷിനോട് കർണാടകത്തിൽ നിൽക്കാൻ പറ. തൽക്കാലം ഇങ്ങോട്ട് വരണ്ട. ഓണ്ണ. മുരളിയുടെ കാര്യവും ദേവിയുടെ കാര്യവും ഞാൻ നോക്കിക്കോളാം. വൈകാതെ എനിക്ക് പരോള് കിട്ടും. ഞാൻ ഒന്ന് പുറത്തിറങ്ങട്ടെ. ശരി, ഞാൻ പോട്ടെ അണ്ണാ. ദേവിക, ഞാനുണ്ട് നിന്റെ കൂടെ. നീ തീർന്നു.